എന്തേ കാണിക്കുന്നേ? ഓ സോറി, അത് ഞാൻ കണ്ടില്ല. കളഞ്ഞു. നല്ല ബെസ്റ്റ് സ്ഥലം ദേവിയുടെ ഫോട്ടോ വയ്ക്കാൻ. അതിന്റെ പശ പോയി, അതവിടെ വച്ചിരിക്കണേ. ഇതിനകത്തിരുന്ന് വലിക്കരുതെന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുള്ളതാ. സ്വയം ചാവുന്നത് പോരാ, ഞാൻ എന്നെ കൂടെ കൊല്ലണോ? ഇനി മേലെ ഞാൻ ഇതിന്റെ അകത്തിരുന്ന് വലിക്കില്ല. ദേവിയാണേ സത്യം. അയ്യടാ, ഈ സത്യയോടല്ല ഞാൻ എത്ര പ്രാവശ്യം കേട്ടിട്ടുള്ളതാ. എവിടെ നോക്കിയാണ് നടക്കുന്നേ? സോറി പെങ്ങളെ, കണ്ടില്ല. എന്താ ഇവനൊക്കെ എന്തോ നോക്കിയാ നടക്കുന്നേ? വിടറേ, അവൻ അറിയാതെ ഒന്ന് ഇടിച്ചതാവും. വാ. അറിയാതെയാണെങ്കിൽ കൃത്യമായിട്ട് അറിയാം എവിടെയാ വന്ന് മുട്ടേണ്ടേന്ന്. അല്ലേലും നിങ്ങൾ പെണ്ണുങ്ങൾ ആരെങ്കിലും അറിയാതെ വന്ന് മുട്ടിയാലും അത് പീഡനം ആക്കുമല്ലോ. അയ്യടാ. ചുരിദാർ ഇതോ അവിടെയാണ്. ചുരിദാർ നിന്റെ ഇഷ്ടം പോലെ ഒരെണ്ണം എടുത്തോ. എന്നിട്ട് അവസാനം വില കൂടി പോയെന്ന് പറഞ്ഞ് മാറ്റിക്കാനല്ലേ? ഇല്ല, ഇന്ന് നിന്റെ ദിവസമല്ലേ, അതുകൊണ്ട് നിന്റെ ഇഷ്ടം പോലെ നല്ലൊരു കീടില്ലൻ ചുരിദാർ എടുത്തു. ചേച്ചി, സരസ്വതി ഇങ്ങോട്ട് നോക്ക്. എന്താ? ദേ നോക്ക്, 2 ഇണക്കിളികൾ. ഇന്നാ പെണ്ണാ ചെറുക്കന്റെ പോക്കറ്റ് കാലിയാക്കും. നിനക്ക് വേറെ പണിയില്ലേ? അത് ചിലപ്പോ ആങ്ങളെയും പെങ്ങളും ആണെങ്കിലും. ഓ പിന്നെ അവരെ കണ്ടറിഞ്ഞൂടെ? എനിക്കിത് മതി. ഉറപ്പാണല്ലോ. അപ്പോ ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ സിസ്റ്ററേ. താങ്ക് യു ബ്രദറേ. ഇത് പാക്ക് ചെയ്തോളൂ. കണ്ട, ഞാൻ പറഞ്ഞില്ലേ അത് ചേട്ടനോ അനിയത്തിയാ. ഓ നിനക്ക് ഏത് പെണ്ണിനെയും ചെറുക്കനെയും കണ്ടാലും ഇണക്കിളികളായിട്ടല്ലേ തോന്നൂ. എടി, നല്ല ചേട്ടന്മാരും അനിയത്തിമാരും ഈ കാലത്തും ഉണ്ട് കേട്ടോ. ഓ അതെനിക്കറിയാമേ. അതിന്റെ ഉത്തമ ഉദാഹരണമല്ലേ എന്റെ മുമ്പിൽ നിൽക്കണത്. എന്നിട്ട് നിന്റെ പുന്നാര സച്ചിത്തണ്ണൻ എവിടെ? ഇതുവരെ വിളിക്കാൻ വന്നില്ലല്ലേ? മണി 5:30 ദൈവമേ, 5:30? ഇന്ന് നേരത്തെ പണി വിട്ട് ഇറങ്ങണമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാ. അച്ഛനെ ആശുപത്രി കൊണ്ടുപോവാനേ. മറന്നുപോയോ എന്തോ? പിന്നെ മറന്നോന്നായിരിക്കൂല. അവൻ ഏതെങ്കിലും കിളികളിലൂടെ കറങ്ങി നടപ്പുണ്ടാവും. ഡീ, നീ എൻ്റെ വാങ്ങിക്കുവേ. എൻ്റെ അണ്ണനെ അത്തരം പരിപാടികളൊന്നും ഇല്ല. പിന്നെ അവൻ ഇത്തിരി കുടിക്കും, ആ ദുശീലേ ഉള്ളൂ. അതും ആ പണിസ്ഥലത്ത് കുറെ വൃത്തിയിട്ട കൂട്ടുകാരന്മാരെ കിട്ടിയ പിന്നെ. ഓ, നീ വേഗം ബസ് പിടിച്ച് വീട്ടിലെത്താൻ നോക്ക്. എന്നിട്ട് അണ്ണനൊരു മെസ്സേജ് അയക്ക് വീട്ടിൽ വരാൻ. അതാണ് നല്ലത്. ഇല്ലെങ്കിൽ പണിയും കഴിഞ്ഞ് ബൈക്ക് ഓടിച്ച് വീണ്ടും ഇങ്ങോരെ വരും എന്നെ വിളിക്കാൻ. അപ്പൊ ഞാൻ ഇറങ്ങണടി. ഡേ, നീ സാറിന്റെ അടുത്ത് ഒന്ന് പറയൂ. നീ അങ്ങ് ചിരിച്ചു കാണിച്ചിട്ട് അങ്ങ് ഇറങ്ങിക്കോ, ബാക്കി ഞാൻ നോക്കിക്കോളാം. അച്ഛനെ ആശുപത്രി കൊണ്ടുപോവാൻ ഇന്നലെ സാറിന്റെ അടുത്ത് പറഞ്ഞു. സാറേ, ഇന്നലെ വന്ന പുതിയ നൈറ്റിയുടെ സ്റ്റോക്ക് എവിടെ? ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അത് ഞാൻ എടുത്തുതരാം. വാ. അപ്പൊ സാറേ ഞാൻ അടുത്തതായി പുതിയ കവിതകൾ. പുതിയ കവിതകളിൽ നിന്ന് ആദ്യമായി ശ്രീമതി ഷൈല തോമസ് രചിച്ച ഉടുപ്പിറന്നോൻ എന്ന കവിത. കവിത പാരായണം സുരേഷ് കൊടുങ്ങാനി. ഒരു മഞ്ചാടി മണിയിൽ ഒരു കുന്നോളം കനവിൽ ഒരു നാൾ കോമലേ നിറപുഞ്ചിരിയായി നീ വന്നു. ഒരു മഞ്ചാടി മണിയിൽ ഒരു കുന്നോളം കനവിൽ ഒരു നാൾ കോമലേ നിറപുഞ്ചിരിയായി നീ വന്നു. കളിച്ചിരിയായി കുസൃതികളായി
കളമൊഴി തൻ ശീലുകളായി ഒരമ്മ തൻ താരാട്ടിൻ പല്ലവിയാ നാം വളർന്നു കൺമണി നിൻ മൃദുഹാസം പുലരൊളി തൻ സൗരഭമായി അറിഞ്ഞതിൽ ഒരു നാളും വിധി കരുതും വേദന കനലാളും കണ്ണുകളിൽ എരിഞ്ഞുപോയി നിൻ തനുവും മനമുരുകും തേങ്ങലുമാ തളർന്നു നാം അന്യോ കനലാളും കണ്ണുകളിൽ എരിഞ്ഞുപോയി നിൻ തനുവും മനമുരുകും തേങ്ങലുമാ തളർന്നു നാം അന്യോ തളർന്നു നാം ഹലോ 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 അണ്ണാ കേക്കാമോ? ഏ ഏ ഞാൻ ബസ്സിലാ, ഇപ്പൊ വീട്ടിലെത്താറായി. എന്റെ മെസ്സേജ് കിട്ടിയില്ലേ? ഹലോ ഉഫ്. അയ്യോ ഇറങ്ങണം. ഒരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേർക്കൊന്നും യാതൊരു ബോധവും ഇല്ല അല്ലേ? ഹലോ ഹലോ അണ്ണാ കേക്കാമോ? ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയാ? അതെ, ഞാൻ 10 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തും. അണ്ണൻ വീട്ടിലെത്തിയാ? ഇല്ലടി, ഞാൻ വരാൻ താമസിക്കും. ഏ താമസിക്കുന്നോ? എന്തോന്നണ്ണാ, ഞാൻ പറഞ്ഞിരുന്നല്ലേ അച്ഛൻ ആശുപത്രി കൊണ്ടുപോകണോന്ന്. എന്നിട്ട് പണിയും കഴിഞ്ഞ് ഞാൻ വായി നോക്കിയാളുടെ കൂടെ തെണ്ട ഇറങ്ങിയല്ലേ. മക്കളെ അതെ, ഇനി എല്ലാം കഴിഞ്ഞ് കുടിച്ചു കൂത്താടിഞ്ഞ് വന്നേക്ക്. ഞാൻ ഉണ്ടാക്കി വെച്ചേക്കാം സദ്യ. അണ്ണ ഇനി മക്കളെ കല്യാണത്തിനെ സദ്യ കഴിക്കൂ. അയ്യേ തമാശിക്കല്ലേ. വീട്ടിൽ ഒരു വക സാധനം ഇല്ല. അച്ഛന്റെ വലിവിന്റെ സ്പ്രേയും തീർന്നിരിക്കുക. അപ്പോഴാണ് കളിക്കണത്. ഇന്നിനി ആശുപത്രി പോയിട്ട് ഒരു കാര്യമില്ല. ആ ഡോക്ടർ പോയി കാണും. ഇനിയിപ്പോ നാളെ പോവാം. പക്ഷേ ഇതാ വലിവിന്റെ സ്പ്രേ വാങ്ങിക്കാതെങ്ങാനും വീട്ടിലോട്ട് വന്നാ എന്റെ സ്വഭാവം മാറും. കേട്ടില്ല? ഉത്തരവ് രാജു. ചെറുക്കന്റെ കാര്യം ദൈവമേ, നാളെ ഇനി സാറിന്റെ അടുത്ത് എന്തോ പറയും. ചേച്ചി 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 ലത ചേച്ചി. ആ സരസ്വതി, ആ ചേച്ചി, അച്ഛൻ ഇന്ന് ആശുപത്രി കൊണ്ടുപോണില്ല. അതുകൊണ്ട് ഞാനിപ്പോ വരാമേ. ചേച്ചി പാത്രങ്ങളൊക്കെ ഒഴിച്ചിട്ടോ. അയ്യോടി പെണ്ണെ, നീ ഇന്ന് വരൂല്ലെന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഞാനൊന്ന് പുറത്തേക്ക് പോവേണ്. ഇനിയിപ്പോ നാളെ വെളുപ്പിനെ വന്നാ മതി. ശരി ചേച്ചി. ഉം. അപ്പൊ ഈ മാസത്തെ 100 രൂപ കൂടെ പോയി കിട്ടി. ഇന്നിഞ്ഞ് വരട്ട്. കുടിയും ചുറ്റലും എല്ലാം തീർത്തു കൊടുക്കുന്നുണ്ട് ഞാൻ. മോളായിരുന്നു. എങ്ങനെയുണ്ട് അച്ഛാ ഇപ്പൊ? ഓ, വലിയ പാട് തന്നെ മോളെ. എണീക്കാനും വയ്യ, കിടക്കാനും വയ്യ. മക്കൾ ഇതിന് ചൂടുവെള്ളമായിട്ട് തന്നെ. ഉച്ചയ്ക്കൊന്നും കുടിച്ചില്ലേ അച്ഛാ? ഓ, മോളൊന്ന് പിടിച്ചേ. ഓ ദൈവമേ. ഓ അയ്യോ വയ്യായേ. സച്ചി തുണ്ണാൻ വന്നപ്പോ കഞ്ഞി ചൂടാക്കി തന്നു. എന്റെ അടുക്കളയിലെയും സകല പാത്രങ്ങളും കഴുകി വച്ചിട്ടാ അവൻ പണിക്ക് പോയത്. അവൻ വരാറായില്ലേ മോളെ? മോന്റെ കാര്യം ഒന്നും പറയാതിരിക്കണേ നല്ലത്. ഇന്നിന് പാതിരാത്രി നോക്കിയാ മതി അച്ഛാ. മോൾ അച്ഛന്റെ മരുന്ന് സ്പ്രേ വാങ്ങിച്ചോ? അണ്ണൻ വരുമ്പോ വാങ്ങിച്ചോണ്ട് വരും. ഓ, എല്ലാം വൃത്തിയാക്കി വച്ചിട്ടുണ്ട്.
എനിക്ക് വച്ചേക്കണ്ട. അയ്യോ, ശ്ശെ, ഒരു അത്യാവശ്യത്തിന് വിളിച്ച അണ്ണ എടുക്കുകയില്ല. നിർത്തണേ, നിർത്തണേ. അയ്യോ, ഇല്ല മക്കളെ, മറക്കൂല. നിന്റെ പാവക്കുട്ടി മാമ സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. ആ, നാളെ തന്നെ അങ്ങ് എത്തിച്ചേക്കാം. ശരി. ഹേയ്, ഉഫ്, ചാവാൻ ഇറങ്ങിയതാണോ കൊച്ചേ? അതെ, എന്റെ അച്ഛന് പെട്ടെന്ന് വയ്യാതെ. ഒന്ന് സഹായിക്കും ആശുപത്രിയിൽ എത്തിക്കാൻ. ഇവിടെ അടുത്ത വീട്. ആയല്ലോ. ഒരുപാട് ദൂരം പോണോ ഇവിടുന്ന്? ഇല്ല, പാലം വഴിയാണെങ്കിൽ കാർ പെട്ടെന്ന് എത്തും. പ്ലീസ് അണ്ണ. ആ, വാ കേറ്. ഒരുപാട് നന്ദി അണ്ണ. വാ പെങ്ങളെ, വന്ന് ഈ അണ്ണന്റെ കൂടെ പുറകെ കയറ്. ഡാടാ, കൊച്ചിന്റെ കൈ വിടറാ. കയ്യെന്ന് വിടാനാ പറഞ്ഞത്. മോള് പേടിച്ചോയോ? അവനിനി മോളെ തൊടൂല. അവൻ ഇത്തിരി ഓവറായിപ്പോയി. അതുകൊണ്ടാ ഇങ്ങനെ. കൊച്ചു കയറിയോ, അച്ഛൻ ആശുപത്രി എത്തിക്കണ്ടേ? ആ, കേറുന്നെങ്കിൽ കേറ്. നിങ്ങളെ ആശുപത്രിയിൽ എത്തിച്ച് എവനെയും വീട്ടിലെത്തിച്ചാലേ എനിക്ക് കൂര പറ്റാൻ നോക്കൂ. പോവാം. എന്തു പറ്റി? ആരെയാ പെങ്ങൾ വിളിക്കാൻ നോക്കണത്? എന്റെ അണ്ണനെയാ. കൊറേ സമയമായി ട്രൈ ചെയ്യണം, ഫോൺ എടുക്കണില്ല. ഇനി എന്റെ കോള് കിട്ടുന്നില്ല ആവോ. അണ്ണൻ ശരിയാക്കി തരാം. മോള് ഫോണിങ് എടുക്ക്. അതിക്ക് താ, എന്റെ ഫോണിങ് താ. സാരമല്ല മോളെ, അവൻ വലിയ ഫോൺ ടെക്നീഷ്യനാ. എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ നോക്കിയിട്ട് പറയും. മോള് വഴി നോക്കി പറയും. ലൈറ്റ് കാണുന്ന പോസ്റ്റിന്റെ അവിടെ നിന്ന് ഇടത്തോട്ടാ. എന്റെ അണ്ണനാ വിളിക്കുന്ന. ഫോണിങ് താ. കണ്ട, ഞാൻ ശരിയാക്കി. അതുകൊണ്ടാ ഇപ്പൊ കോള് വന്നു. ശരി, എന്റെ ഫോണിങ് തരുമോ പ്ലീസ്? ആ, കോൾ എടുത്തിട്ടുണ്ട്. സംസാരിച്ചു. ഹലോ അണ്ണ, കേക്കണുണ്ടോ? അച്ഛന് ശ്വാസം മുട്ടിലൂടെ വയ്യാതായി. ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോവാണ്.
ഹലോ ഹലോ ഷേ കട്ടായി. അയ്യോ വഴി തെറ്റി. നമ്മൾ ഒരുപാട് പോന്ന്. ആ പോസ്റ്റ് ലൈറ്റിന്റെ അവിടുന്ന് ഇടത്തോട്ടായിരുന്നു. ഇനിയിപ്പോ സാരമില്ല, ചുറ്റി വരാം റെയിൽവേ ക്രോസ് വഴി. അയ്യോ അത് ഒരുപാട് സമയം എടുക്കും. ഇവിടുന്ന് വണ്ടി തിരിച്ചു വിടുന്നതാ നല്ലതണ്ണാ. ഇനിയിപ്പോ ചുറ്റി പോവാൻ പെങ്ങളെ, സമാധാനായിട്ട് ഇരിക്കേ. അല്ല ഞാൻ പറയുന്ന പോലെ കേട്ടാ. നീ പറയുന്ന പോലല്ല, ഞാൻ പറയുന്നത് കേട്ടാ മതി. വണ്ടി നിർത്ത്, ഞാൻ വേറെ വണ്ടി പിടിച്ച് പൊക്കോളാം. നിന്നെ ഈ വണ്ടിയിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കും. വണ്ടി നിർത്താനല്ലേ പറഞ്ഞത്? വണ്ടി നിർത്ത്. അടങ്ങിയിരിക്കടി. പെങ്ങളോട് അടങ്ങിയിരിക്കാൻ അണ്ണൻ പറഞ്ഞതല്ലേ, അപ്പോ പറഞ്ഞാ കേൾക്കാത്തതിന് അണ്ണൻ ഒരു ശിക്ഷ തരണ്ടേ? ഡാ എടുക്കണം നമ്മുടെ മൈക്കോടി. ഇവളുടെ വായ കുത്തി പിടിക്കും. ഈ പെങ്ങളുടെ കൈക്ക് എന്തൊരു ശക്തിയാടാ. നീ അവളുടെ വാ പൊത്തി തന്നെ പിടിച്ചോ. ബോധം പോകുന്നവരെ ഞാൻ സീറ്റ് താഴ്ത്താം, വലിച്ച് ബാക്കിലോട്ടിട്. നീയും താഴ്ന്നിരുന്നോ? ജംഗ്ഷൻ കഴിഞ്ഞ് നമ്മുടെ സ്ഥലമാണല്ലോ, അതിനിടയ്ക്ക് നീ അവിടെ പരിപാടി ഒപ്പിച്ചേക്കരുത്. മോളിറങ്ങിക്കോ, ഈ അണ്ണൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. മോളിറങ്ങിക്കോ. യവന്മാരെന്ന് വിളിച്ച ഫോണും എടുക്കൂല. നീ താരെ കിടന്ന് വിളിക്കണത്? നീ ആ കുട്ടനെ വിളി, അവന്മാർ രണ്ടും ഒരുമിച്ചായിരിക്കും. ആ എടാ നീ എവിടാ? ആ വീട്ടിലൊക്കെ പിന്നെ പോവാടേ. നീ അവനെയും കൂട്ടി നമ്മുടെ സ്ഥിര സ്ഥലത്ത് വാ, ഒരു സംഭവം ഒത്തിട്ടുണ്ട്. ആ കുപ്പിയൊന്നും അല്ലടേ, വേറൊരു കീട്ടില്ല സംഭവം. നീ അവനെ കൊണ്ട് വേഗം വാ, ബാക്കി സസ്പെൻസ്. അപ്പൊ ശരി വാ. എന്റെ ദൈവമേ, ഒന്ന് ഫോൺ എടുക്കണ്ട. ശേ അങ്ങനൊന്നുമില്ല, നീ ആവശ്യത്തിന് അടിച്ചോളിയാ. നീ പറഞ്ഞാൽ ഞാൻ അടിക്കും കേട്ടോ. അടിക്കണം.
ഹലോ 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 അണ്ണ കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? കേക്കുന്നുണ്ടല്ലോ മോളെ, നല്ലോലെ കേക്കുന്നുണ്ട്. എടാ മോളെ പോണേ. ഇങ്ങോട്ടാടി. എനിക്ക് എന്റെ അച്ഛൻ്റെ അടുത്ത് പോകണം. അയ്യോ കരയല്ലേ മോളെ. ദേ അണ്ണന്മാര് പറയുന്ന പോലെ കേട്ടാ ഒരര മണിക്കൂറിനകത്ത് നിന്റെ അച്ഛൻ്റെ അടുത്ത് തിരിച്ചെത്തിക്കാം. നിങ്ങൾക്ക് കാണില്ല അമ്മയും പെങ്ങന്മാരും. ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം മോളെ. ഈ എല്ലാ പെണ്ണുങ്ങളെയും പെങ്ങന്മാരായി കണ്ടാലേ പിന്നെ ഞങ്ങളുടെ കാര്യമൊക്കെ എങ്ങനെ നടക്കാനാ അല്ലേടേ? അതെ അതെ അതെ, അതുകൊണ്ടേ മോള് വാ. വരാനല്ലടി പറഞ്ഞത്. വേറെടി അങ്ങോട്ട് അപ്പുറത്തോടെ ഒന്ന് പിടിച്ച് കിടത്തറ ഇവളെ. കിടക്കടി ഇവിടെ. നിന്റെ ഷർട്ടൂരി ഇവളുടെ കൈ കൂട്ടി കിട്ടടാ. ഇനി നീ ഡോർ അടച്ചിട്ട് അവിടെങ്ങാനും പോയിരുന്ന രണ്ടെണ്ണം അടിക്ക്. ഞാൻ ഇവളൊന്ന് ഒതുക്കട്ടെ. കാറാടി. കളി തുടങ്ങി എങ്ങനെ പള്ളിവാള് എണീക്കടാ. എവിടെയും ചെന്നിരുന്നാ പിന്നെ അങ്ങ്. ഇനി നീ കയറിക്കോ. ഏവനാടാ ഇത്? എന്താണ് ഇവിടെ പരിപാടി? വെള്ളോടിയാണോ? ആണെങ്കിൽ നിനക്കെന്തടാ? നിന്നെ ഡേയ് ഞങ്ങൾ വരുമ്പോ തുടങ്ങിയ സാധനം ഇരിപ്പുണ്ടാ. അല്ല എവനെന്ത് പറ്റി? അവൻ ഇപ്പോഴേ ഫ്ലാറ്റാ, ഓവറായി. അതല്ലേ വണ്ടി ഞാൻ ഓടിക്കേണ്ടി വന്നത്. ഇവനെ ഇനി വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് വേണം എനിക്ക് പോയി കിടന്നൊന്ന് ഉറങ്ങാൻ. അതുകൊണ്ട് തൽക്കാലം നിന്റെ സസ്പെൻസ് ഒന്നും വേണ്ടളിയാ, താങ്ങൂല മോനെ. ഇത് കണ്ടാലേ ഇവൻ വേണ്ടാന്ന് പറയൂല മോനെ. ആദ്യം നീ ചെന്ന് കാണ്, അപ്പോഴേക്കും ഇവനെ ഞാൻ ഉണർത്താം. അളിയാ ഇറങ്ങളിയാ. വാ, സസ്പെൻസ് കാണിച്ച.
ഇതാക്കാണ്. പെണ്ണ എന്താടാ ഇത്? ഉം. ആ അത് പെണ്ണ്. ഞങ്ങള് വളച്ചിട്ട് പിടിച്ചതാ. ഞങ്ങള് അതിനിപ്പോഴും ജീവനുണ്ടോടാ? ആ, ജീവനൊക്കെ ഉണ്ട്. മയക്കുവഴി വെച്ച് എന്റെ ഉറക്കമാ. നീ നീ ഇതിന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചോ? കൊന്നുകളയൊന്ന് ഭീഷണിപ്പെടുത്തി വിടും. ഇല്ലെങ്കിൽ കൊന്നുവല്ല റെയിൽ പാളത്തിൽ വിടും. എന്നിട്ട് അന്തസ്സായി വല്ല ജയിലിലും പോയി കിടക്കും. ചപ്പാത്തി നിന്ന് കിടക്കാല്ലോ അല്ലടാ. നിന്റെയൊക്കെ ഒരു ചിരി. നീയൊക്കെ കൂടെ പോയി കിടന്നാ മതി ജയിലില്. എന്നെ ഇവനെയും കിട്ടൂല. ഞങ്ങൾക്ക് വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഉള്ളതാ. പാടാ പോവാ. നീ പോക്കോ. ഇത് പണിയാണേ, നമുക്കിത് വേണ്ടടാ. ഡേയ് നീ സ്ഥലം വിടറേ. അവന് വരാൻ താല്പര്യമില്ല. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. അവനെ നിന്നെ പോലെ അമ്മയും പെങ്ങന്മാരൊന്നും താല്പര്യമില്ലടേ. വേറെ മതി. എന്ത് പറടാ പട്ടി? പറടാ, ധൈര്യം ഒന്നുകൂടെ പറടാ. പറടാ, പറയാ. അളിയൻ സ്ഥലം വിട്. ഇല്ലെങ്കിലേ ആ പെണ്ണിന്റെ ശവത്തിന്റെ കൂടെ ചിലപ്പോ നിന്റെ ശവം കാണും റെയിൽപ്പാളത്തിൽ. ഓടാ. അളിയ പിന്നെ അറിയാലോ, ഇങ്ങനൊരു സംഭവം നീ അറിഞ്ഞിട്ടേ ഇല്ല. അറിഞ്ഞിട്ടുള്ളതായിട്ടെങ്ങാനും ഞാൻ അറിഞ്ഞ വീട്ടിലെ അമ്മയും പെങ്ങളും ഒക്കെ ഉള്ളതല്ലേ. ചെല്ല് ചെല്ല്. അളിയൻ വാ അളിയ. ഇത് ആമ്പിള്ളാർക്ക് പറഞ്ഞിട്ടുള്ള പണിയാ അല്ലേ അളിയ? വാ. അത് അതെ, ഞാനിതുവരെ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അയ്യോടാ, ആദ്യമായിട്ടാണ്. ക്ഷമോ ക്ഷമോ ക്ഷമോ. എനിക്ക് നിർബന്ധമില്ല. ഈ കുപ്പി ഉണ്ടെങ്കിൽ അത് തന്നെ മതി. ആ അങ്ങനെ പറയല്ലേ അളിയ. ദാ ഇതങ്ങോട്ട് പിടിപ്പിച്ചേ. ഈ ധൈര്യക്കുറവൊക്കെ അങ്ങ് മാറട്ട്. അയ്യോ, എനിക്ക് ഇതൊന്നും ഒന്നും പറയണ്ട. സിർലേ നീ അതൊന്ന് കാണിച്ചു കൊടുക്കടാ. ഉണ്ടോ? എങ്ങനെയുണ്ട്? ഇതങ്ങോട്ട് ചെന്നാ പിന്നെ ഒരു ഒന്നൊന്നര ധൈര്യം അങ്ങോട്ട് കിട്ടും. പിടിച്ചോ പിടിച്ചോ. ഇനി എല്ലാം ശരിയായിക്കോളും. ഓക്കെ, വാ വാ വാ, നടക്ക് നടക്ക്. കേറിക്കോ. ഓക്കെ, ഡാ നീ വേടാ. സാധനമല്ല ബാക്കിയിരിപ്പുണ്ടോ? എന്തോന്നറിയ ഇത്? ഇത്തിരി അധ്വാനം കഴിഞ്ഞപ്പോഴേക്കും നിന്റെ കെട്ടൊക്കെ വിട്ടാ. എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എടുക്കണേ. തല പെരുക്കണം. ഒന്നുമില്ലടാ, മറ്റോ മൊത്തം കാലിയാക്കി. ഈ വീട്ടിൽ ഇരിക്കണമെന്ന് ഒരു പണിയില്ലേ. എപ്പോഴും കിടന്ന് വിളിച്ചോണ്ടിരിക്കും. നാശം.
ചിങ്കാരി വെണ്ണില കൊമ്പിലേറാ പാടി എന്നു നീ ഏറ്റ ആ